പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തി ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് പാർക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് കോടികൾ മാറ്റുന്നതെന്ന് കണ്ടെത്തി. പരിശോധനയും സാങ്കേതിക ഉപദേശവും ഇല്ലാതെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണോ കണ്ടെത്തൽ? അനുജ, അങ്ങനെ തന്നെയാണ്. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ കഴിഞ്ഞ 20 വർഷമായി വ്യാപക സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇത് സംബന്ധിച്ച് വനം വകുപ്പിന് ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ വിനോദസഞ്ചാര മേഖലയായ പെരിയാറിലെ, അതായത് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള ആ മേഖലയിലെ ആ പ്രദേശത്തെ ഈ പെരിയാർ ടൈഗർ കൺസർവേഷനിൽ വരുന്ന വരുമാനം മുഴുവൻ മറ്റൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി, അതായത് പാർക്ക് വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടാക്കി അതിലേക്ക് വകമാറ്റുകയായിരുന്നു. അത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കാൻ വനംവകുപ്പിന് യാതൊരുവിധ അനുമതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ പണം മുഴുവൻ വകമാറ്റി ചിലവാക്കിയിരുന്നത്. മാത്രമല്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൽ നിന്ന് യാതൊരു അനുമതിയുമില്ലാതെ പണം എടുത്ത് ചിലവാക്കുകയായിരുന്നു. ഈ സാമ്പത്തിക ലഭിക്കുന്ന, അതായത് പെരിയാർ ടൈഗർ കൺസർവേഷനിൽ നിന്ന് ലഭിക്കുന്ന തുക അത് ട്രഷറിയിലേക്കാണ് അടയ്ക്കേണ്ടത്. അങ്ങനെ അടച്ചിരുന്നില്ല. മാത്രമല്ല, ഇവർ തന്നെ ഒരു നിയമം ഉണ്ടാക്കി. ട്രഷറിയിൽ നിന്ന് പണം ലഭിക്കുമ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് എടുക്കുന്ന പണം തിരികെ അടച്ചാൽ മതി എന്ന വിധത്തിലൊരു നിയമം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ടാക്കി. അതിന് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിക്ക് പരാതി ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 20 വർഷമായി വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ എന്തായാലും ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക സംഘം വനംവകുപ്പിന് കൈമാറിയിട്ടുമുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, തിരികെ ലഭിക്കാനുള്ള തുക 18% പലിശയോടുകൂടി തിരികെ മേടിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.